ആണ് പയ്യോളിയിൽ നിന്ന് സിരാജൻ. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യയിലെ പാർട്ടികളൊക്കെ അടിമുടി മാറേണ്ട ഒരു ഘട്ടത്തിലാണോ നിൽക്കുന്നത്? നമസ്കാരം. നമസ്കാരം. പിന്നെ ഈ ഭാഗവത് ഇന്നല്ല വരണ്ടേ, അന്ന് ജൻസി ഇവിടെ സമരം നടക്കുന്നതിന് മുന്നേ വന്നിട്ട് അയാൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളിലായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇന്നിപ്പോ അയാൾ വന്നിട്ട് കുറെ അതൊരു രാഷ്ട്രീയ തട്ടിപ്പാ. ഇതെല്ലാം രാഷ്ട്രീയ തട്ടിപ്പായിട്ട് ഞാൻ കാണുന്നു. ഇത് രാഷ്ട്രീയങ്ങൾ എങ്ങനെ മുതലെടുക്കാൻ കഴിയും എന്ന് വിചാരിച്ചിട്ട് കുറെ ആൾക്കാർ ഇതിന് മെനക്കെടുന്നുണ്ട്. ഇവര് ഇപ്പം ഭരിക്കുന്നതെന്ന് വെച്ചാൽ ഭീഷണി ഭരണമാണ്. ഞാൻ എല്ലാരും ഭീഷണിപ്പെടുത്തി ഭരിക്കുക, ഭീഷണിപ്പെടുത്തിയിട്ട് ഭരിക്കുന്ന ഒരു കാലഘട്ടമായി പോയി. ജനങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവന്റെ വീട്ടിലേക്ക് ആൾക്കാരെ പറഞ്ഞേക്കും, എന്നിട്ട് ഭീഷണിപ്പെടുത്തും. അല്ലെങ്കിൽ മറ്റേ വീഡിയോ പിന്നെ മറ്റേ ഏതെങ്കിലും ഒരു പാർട്ടീനെ അങ്ങ് പറഞ്ഞാച്ചിട്ട് പറയും നീ ഇങ്ങനെ തെറ്റുകാരനാണ്. ഇങ്ങനെ നയിക്കാൻ വേണ്ടിയിട്ട് ഇവർ വേണോ? നല്ല ഭരണം. അന്ന് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ കുട്ടികളെ പരീക്ഷ, കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മക്കളെല്ലാം ലോൺ എടുത്തിട്ട് ഇത് എടുത്തിട്ട് പഠിപ്പിക്കുമ്പോ വേദന ഉണ്ടാവൂലേ? ആ വേദന അന്ന് ആ ആടെ വന്നിട്ട് അയാൾ എന്ത് ഭാഗത അയാൾ അന്ന് ആ സമരം നടക്കുന്നതിന് മുന്നേ ഇത് നമ്മളെ കുട്ടികളാ, അവര് പറഞ്ഞത് ശരിയാ, ഇയാള് രാജിവെച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അന്ന് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം എന്റെ മക്കളാന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ തന്ത്രമല്ലേ? ആണോ? അല്ലാതെ ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ ഈ സമരത്തിലെ ഈ ഘട്ടത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലായിരുന്നില്ല പറയേണ്ടിയിരുന്നത്. പക്ഷേ അതിനുശേഷമായാലും പറഞ്ഞു എന്നുള്ളതിനെ നമുക്ക് പോസിറ്റീവായി തന്നെ കാണേണ്ടി വരും. ശ്രീ ദാസനാണ്. ദാസൻ നേരത്തെ വിളിച്ചിട്ട് കിട്ടിയിരുന്നത്. ദാസൻ, താങ്കൾ പറഞ്ഞോളൂ. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ വീണ്ടും കട്ടാണെന്നു. സലീമാണ് മലപ്പുറത്ത് നിന്നാണ്. ശ്രീ സലീം, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ പാർട്ടികളൊക്കെ യഥാർത്ഥത്തിൽ കണ്ട് പഠിക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ തിരുത്തേണ്ടതല്ലേ സ്വയം ഈ പുതിയ കാലത്തിനനുസരിച്ച്? രാഷ്ട്രീയ പാർട്ടികൾ മാറേണ്ടത് സമര രീതിയിലല്ല, ആശയപരമായിട്ടാണ്. അവരുടെ ആത്മാർത്ഥതയിലും ആവർത്തന വിരസത ഉണ്ടാക്കുന്നതിലുമാണ് അവർ മാറേണ്ടത്. ഇപ്പൊ ജൻസികളുടെ നടന്ന കുട്ടികളുടെ സമരം ആത്മാർത്ഥമുള്ളതായിരുന്നു. നഷ്ടപ്പെടാനുള്ളതിനേക്കാളും കൂടുതൽ അവർക്ക് നേടിയെടുക്കാനുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. പണ്ടത്തെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ ആയിരുന്നു അവരുടെ സമരങ്ങള്. അതിൽ 100% ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ സമരങ്ങളും പലതും അടിച്ചമർത്തപ്പെട്ടുവെങ്കിലും പലതിനും പിന്നീട് അതിനൊരു ഫലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ വേണ്ടത് ഇതുപോലെ അതുപോലെ സമരം വിജയിക്കാൻ ഒരുപക്ഷെ ഇതുപോലത്തെ കൂട്ടായ്മക്കാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ഇത് മാത്രം മതിയാവുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ സലീമാണ് പ്രത്യേകിച്ച്. ശ്രീദാസനാണ്. ശ്രീദാസൻ, താങ്കൾ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഞാനിത് പറയുന്നത് BJPന്റെയും സംഘപരിവാറിന്റെയും ഒരു വിജയമാണ്. ചെറുപ്പക്കാരെ ഈ അഭിജിത്ത് ദീപ്കേന്ദ്രക്കാരന് ചെറുപ്പക്കാരെ ഇവരിങ്ങോട്ട് തട്ടിയെടുത്ത് കഴിയും. ഇനിയിപ്പോ നോക്കുക, ഒരു സമരം നടത്താൻ ഈ കോർപ്പറേറ്റ് ജനതാ പാർട്ടിക്ക് ഈ കേൾപ്പുണ്ടാവില്ല. എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പിന്നിൽ ഇത്രയും കാലമായിട്ട് ഒരു ചെറുപ്പക്കാർ അണിനിരക്കുന്നില്ല? ഒരു സമരം ഏറ്റെടുത്തേണ്ടാതെ സ്വന്തമായിട്ട് രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ജനങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ, അടുത്ത വർഷത്തിനും പറ്റുന്നില്ല. അപ്പോ ഈ മിക്കവാറും ഇനി അടുത്ത യുഗം ഈ BJP സംഘപരിവാറിന്റെ യുഗം തന്നെയായിരുന്നു. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവര് പരമാവധി ചെറുപ്പക്കാർക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ യുഗത്തിലേക്ക് വരാൻ പോയി. കുറച്ച് കാലത്തേക്ക് 2048 വരെയെങ്കിലും മറ്റവർ പറഞ്ഞ പോലെ ഇവരുടെ അടുക്കൽ മാറും. നിനക്ക് തോന്നുന്നില്ല കേൾപ്പാകും. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീദാസൻ. ശ്രീ ഗോപകുമാറാണ്, ചെറുപ്പളശ്ശേരിയിൽ നിന്നാണ്. ശ്രീ ഗോപകുമാർ, ഈ ഇന്ത്യയിലെ ഒരു ജൻസി സമരം വന്ന സമയത്ത് ആദ്യമൊക്കെ അതിനെ അവഗണിച്ച് തള്ളാൻ ശ്രമിച്ചു, പിന്നീട് അതിനെ പുച്ഛിച്ചും ആക്രമം ഒക്കെ നടത്തിയും ഒക്കെ അതിനെ തള്ളാൻ ശ്രമിച്ചു. പക്ഷേ ഒടുവിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഈ പുതിയ തലമുറയുടെ ഉള്ളിലെ രോഷം അത്രത്തോളം വലുതായിരുന്നു എന്ന് തിരിച്ചറിയലായിരുന്നു. അതിനെ തിരിച്ചറിയാൻ ഇന്ത്യയിലെ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ ഒന്നും കഴിഞ്ഞില്ല. മുഖ്യധാര പാർട്ടികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് തിരിച്ചറിയുന്ന രീതിയിലേക്ക് ഒരു മാറ്റം ഈ പാർട്ടികൾക്കുള്ളിലെല്ലാം അനിവാര്യമല്ലേ? നമസ്കാരം. ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക് ഒന്ന് എടുക്കാനുള്ള കാരണം, നേരത്തെ 2-3 ആൾക്കാർ ഇതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക് എടുക്കാനുള്ള കാര്യത്തിൽ കിരൺ ബാബു പറഞ്ഞത് കുത്തിത്തിരിപ്പ് പരിപാടിയും കൂടി ചിലപ്പോൾ കുറെ ശരിയായിരിക്കും എന്നാണ് പറഞ്ഞത്. ആ കുത്തിത്തിരിപ്പിന്റെ ഉദ്ദേശത്തിൽ തന്നെയാണ് ഇപ്പൊ ഈ സംഭവം എടുത്തതെന്നാണ് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം. എനിക്ക് അങ്ങനെ തോന്നിയത്. കിരൺ ബാബുവിനെ സംബന്ധിച്ച് കുത്തിത്തിരിപ്പുമായിട്ടും പല പാർട്ടികളുണ്ടാവും,
പല ചാനലുകളും ഉണ്ടാവും. മറ്റെല്ലാ ചാനലുകളും കേരളത്തിലത്തെ മറ്റേ പ്രശ്നങ്ങളെ സംഭവിച്ച എല്ലാ ചാനലും കാണിച്ചു. പക്ഷെ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞ കാര്യം കിരൺ ബാബു തന്നെയാണ് പറഞ്ഞത്. ആ കുത്തിത്തിരിപ്പിന്റെ ഉദ്ദേശമാണ് ഈ ഒരു ടോപ്പിക് ഇപ്പൊ എടുക്കാനുള്ള കാരണം എന്ന് എനിക്ക് മനസ്സിലായി. അതായിക്കോട്ടെ, കുത്തിത്തിരിപ്പ് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, അതൊരു വിഷയമല്ല. ഇതിപ്പോ ബങ്കിംപൂരില് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിന്റെ സ്ഥലത്ത് മറ്റേ എന്താ പേര് മറന്നല്ലോ, പ്രശാന്ത് കിഷോർ ജയിച്ചു. അപ്പൊ ജെൻസിയുടെ വോട്ടാണ്. അതേമാതിരി മധ്യപ്രദേശിൽ ഒരു ഇലക്ഷൻ നടന്നു, അവിടെ ഒരു അതേമാതിരി മാറ്റം ഉണ്ടായി. അങ്ങനെയുള്ള ഒരു 2-3 കാരണങ്ങൾ കാണിച്ചുകൊണ്ടാണ്. പക്ഷെ ഈ ബങ്കിംപൂരിൽ എന്ത് കാരണം കൊണ്ടാണ് അപ്പൊ ഈ ഇന്ത്യ മുന്നണിയുടെ ആൾക്കാർ കെട്ടിവെച്ച കാശ് പോയി എന്നുള്ളത് പറയാൻ ഈ ചാനലിൽ കിരൺ ബാബു പോലും തയ്യാറല്ല. ജെൻസി പറഞ്ഞിട്ട് ജെൻസി പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ജെൻസി ആണെന്ന് നമ്മൾ അംഗീകരിച്ചേ പറ്റുന്നേ. ഒറിജിനൽ ജെൻസി ആണെന്ന് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഈ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ള മറ്റേ വിദ്യാർത്ഥികൾ ഇതിന് 2013 ഒരു തവണ അതേമാതിരി ചോദ്യ പേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലേ? അന്ന് BJP പ്രതിപക്ഷത്തിലിരിക്കുന്ന BJP പറഞ്ഞോ, അല്ലെങ്കിൽ BJPയുടെ അണികൾ പറഞ്ഞോ? BJPക്കും ഉണ്ട് യൂത്തന്മാരെ അല്ലെങ്കിൽ BJPക്കും ഉണ്ട്. BJP പറഞ്ഞിട്ടില്ലല്ലോ അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി അന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞോ, പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞോ? 2013 ഇതേമാതിരി ചോദ്യ പേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലേ? അന്നൊന്നും BJP പറഞ്ഞിട്ടില്ല ചോദ്യ പേപ്പർ ചോർച്ച. രണ്ട് കാര്യം. ഒന്ന്, ഈ അവിടെ ബങ്കിപ്പൂരിൽ 30-35 വർഷമായി BJP ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നിബിൻ നവീൽ 50,000-ലേറെ വോട്ട്, 1,00,000-ലേറെ വോട്ട് ജയിച്ചൊരു മണ്ഡലത്തിൽ പ്രശാന്ത് കിഷോർ ജയിച്ചത് ഒന്ന് മാത്രമല്ല വിഷയം. അതൊക്കെ പല സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ അട്ടിമറി ഉണ്ടാവും. അതിന് ചിലപ്പോൾ ഈ ജെൻസി സമരവും ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമൊക്കെയാണ്. അതല്ല വിഷയം. നമ്മുടെ ചോദ്യം ഇതാണ്. താങ്കൾ ഈ പറയുന്നത് പോലെ ഡൽഹിയിൽ ഒരു കുട്ടികൾ സമരം നടത്തിയപ്പോൾ ആദ്യം അതിനെ അവഗണിച്ചെല്ലാം നോക്കി, പിന്നീട് അവർക്കെതിരെ തീവ്രവാദികളാണെന്ന് പറയാൻ നോക്കി, നടന്നില്ല. പിന്നീട് അവരുടെ പോലീസിനെ കൊണ്ട് അടിച്ച് അവരെ ഇല്ലാതെയാക്കാൻ വേണ്ടി നിഷ്ഠൂരമായ അതിക്രമമൊക്കെ പോലീസിനെ കൊണ്ട് നടത്തിച്ചു നോക്കി, എന്നിട്ടും നടന്നില്ല. പക്ഷേ ഒടുവിൽ അവർക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു. അപ്പോൾ ഈ പുതിയ തലമുറ ചിന്തിക്കുന്ന രീതിയിലേക്ക് തിരിച്ചറിയാൻ ഈ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒക്കെ വളരെ പരിമിതിയുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ആ പരിമിതി മറികടന്ന് അവർ പുതിയ കാലത്തനുസരിച്ച് മാറേണ്ടേ? ഇതാണ് നമ്മുടെ വിഷയം. അതിന് താങ്കൾക്ക് BJPക്കെതിരെയാണെന്നും കുത്തിത്തിരിപ്പാണെന്ന് താങ്കൾക്ക് തോന്നിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. താങ്കൾക്ക് താങ്കളുടെ വെർഷൻ എടുക്കാം, അങ്ങനെ എടുക്കാം. അതല്ല, മറ്റു വെർഷൻ എടുക്കുന്നവർ അങ്ങനെ എടുക്കാം. അല്ല, ആര് പറഞ്ഞ വെർഷനായാലും എനിക്ക് കുഴപ്പമില്ല. ഇനി കുത്തിത്തിരിപ്പാന്ന് തോന്നിയാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഈ ജെൻസികൾ ഉയർത്തുന്ന വിഷയത്തിന് വേണ്ടി ഒരു കുത്തിത്തിരിപ്പ്, അല്ല ശ്രീ ഗോപകുമാർ, ജെൻസികൾ ഉയർത്തുന്ന വിഷയത്തിന് വേണ്ടി ഒരു കുത്തിത്തിരിപ്പ് നടത്തിയാൽ അതൊരു കുഴപ്പമില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അല്ല, അതുകൂടെ ഉണ്ടായിരിക്കാതെ താങ്കൾ തന്നെയാണ് പറഞ്ഞത്. അല്ല, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ജെൻസികൾ ഉയർത്തുന്ന വിഷയത്തിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാകുന്നെങ്കിൽ നല്ലത് എന്നുള്ള കാര്യത്തിന്, അതിന് അനുകൂലമായ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാകുന്നത് നല്ലതെന്ന് കരുതുന്ന ആളാണ് ഞാൻ. ഉപയോഗിച്ച് ഞാനല്ല, കുത്തിത്തിരിപ്പുകൾ കിരൺ ബാബുവാണ് ഉപയോഗിച്ച്. അല്ല, അത് കുഴപ്പമില്ലെന്ന് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ കുത്തിത്തിരിപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് കിരൺ ബാബുവാണ്, ഞാനല്ല. ആ കുത്തിത്തിരിപ്പിന്റെ ഉദ്ദേശം തന്നെയാണ് ഈ പൊതുവേദിയിൽ ഇന്ന് ഈ ചാപ്റ്റർ എടുത്തുള്ള കാരണം എന്നുള്ള എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ചാപ്റ്റർ എടുക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവത് പറഞ്ഞതും ഇന്ന് ശശി തരൂർ പറഞ്ഞതുമാണ്. അല്ല, അതിന്റെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്, സമയം കഴിയാത്ത സമയത്ത് താങ്കൾ ഇടപെട്ടിട്ട് എന്നെ സംസാരിക്കാൻ അനുവദിക്കാണ്ടിരിക്കരുത്. കുത്തിത്തിരിപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഞാനല്ല. എന്തായാലും ഈ കുത്തിത്തിരിപ്പ് കൊണ്ടോ, ഈ ജെൻസിയുടെ ഇതുകൊണ്ടോ, ഈ പൂച്ചാണ്ടി കൊണ്ടോ, അല്ലെങ്കിൽ മറ്റേ പ്രശാന്ത് കിഷോർ അവിടെ ജയിച്ചു, നമ്മളെ ദേശീയ പ്രസിഡന്റിന്റെ സ്ഥലത്ത് ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ, അല്ല മധ്യപ്രദേശിലെ സീറ്റിൽ ഞങ്ങൾ തോൽവി കിട്ടു എന്ന് പറഞ്ഞുകൊണ്ടോ, ഈ പറഞ്ഞുകൊണ്ടൊന്നും ഈ ജെൻസിയുടെ ഈ പൂച്ചാണ്ടി കാട്ടിക്കൊണ്ടൊന്നും ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അടുത്ത ഇലക്ഷന് ഞാനിത് ഇപ്പൊ പറയുന്നു 2029 ശരി, 31 ശരി, എപ്പോ നടന്നാലും ശരി, കേന്ദ്രത്തിലെ ഇലക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയുടെ പേര് പറയാൻ ഇവർക്ക് ആളുണ്ടാവില്ല. പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഭാവി മുഖ്യമന്ത്രി എന്ന് പറയാൻ രാഹുൽ ഗാന്ധിയാണല്ലോ ഇവർ ചൂണ്ടിക്കാട്ടുന്ന. ഇന്ത്യ മുന്നണി തെറ്റിവെച്ച കാശ് നഷ്ടപ്പെട്ടു അവിടെ. ശരി ഗോപകുമാർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് 20 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഈ മുന്നണി ഭരിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി അതിനിടയിൽ ഉണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.